കേരളത്തിൽ അടുത്ത 24 മണിക്കൂർ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മധ്യ കേരളം മുതൽ വടക്കൻ കേരളം വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് റിപ്പോർട്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ്, കണ്ണൂർ എന്നീ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ മഴ പെയ്യുന്നതോടെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. വയനാട് ഉരുൾപൊട്ടലിന് പുറമെ കോഴിക്കോട് വിലങ്ങാട് ഭാഗത്തും ഉരുൾപൊട്ടലുണ്ടായി. കോഴിക്കോട് ജില്ലയിൽ 4ഇടത്താണ് ഉരുൾപൊട്ടലുണ്ടായത്. മഞ്ഞച്ചീളി, മാടഞ്ചേരി, പാനൂം ഭാഗങ്ങളിലാണ് ഉരുൾപൊട്ടലുണ്ടായത്. മഞ്ഞച്ചീളിൽ ഒട്ടേറെ വീടുകളും കടകളും തകർന്നു. ഒരാളെ കാണാതായി. വിലങ്ങാട് ടൗണിൽ വെള്ളം കയറി. പുഴകളിൽ ജലനിരപ്പ് ഉയരുന്നു. വയനാട് ബാണാസുര സാഗർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നു. പ്രദേശവാസികൾ, അണക്കെട്ടിന്റെ ബഹിർഗമന പാതയിലുള്ളവർ, പുഴയോരത്തും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പാലക്കാട് മംഗലം ഡാം മേഖല ഒറ്റപ്പെട്ട നിലയിൽ. പ്രദേശത്തെ തോടുകളും പുഴകളും കരകവിഞ്ഞൊഴുകുകയാണ്. വെള്ളം കയറിയ ഭാഗത്ത് ഒറ്റപ്പെട്ടു പോയ കുടുംബങ്ങളിലെ ആളുകളെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. തൃശൂർ അകമലയിൽ മലവെള്ളം കുത്തിയൊലിച്ച് റെയിൽപാളത്തിലേക്ക് വീഴുകയാണ്. ഇതോടെ ഷൊർണൂരിനും തൃശൂരിനും ഇടയിൽ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും റദ്ദാക്കി. നദികളിലെ പ്രളയമാപിനി സൂചികകൾ അപകട നിലയിലേക്കാണ് പോകുന്നത്. ചാലിയാർ പുഴയിലെ കാഞ്ഞിരപ്പുഴ, ചക്കാലക്കുത്ത്, പെരുവമ്പാടം ഭാഗത്തെ പ്രളയമാപിനികൾ അപകട നിലയ്ക്ക് മുകളിൽ. കണ്ണൂരിൽ റോഡുകൾ വെള്ളത്തിൽ മുങ്ങി. ഗതാഗതം തടസ്സപ്പെട്ടു. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും. അടുത്ത 3 മണിക്കൂറിൽ കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വീശിയടിക്കാവുന്ന വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്.